നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അംഗൻവാടി കെട്ടിടത്തിന്റെ മുറി പൂട്ടിയത് വിവാദമായി. പിന്നീട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് തന്നെ തുറന്നു കൊടുക്കേണ്ടി വന്നു. കൊല്ലം ജില്ലയിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ തച്ചക്കോട് അംഗൻവാടിയിലാണ് സംഭവം. അംഗൻവാടി കെട്ടിടത്തിലെ കുട്ടികൾക്ക് കിടന്നുറങ്ങുവാനും കളിക്കുവാനും ഉപയോഗിച്ച ഹാൾ പൂട്ടിയതാണ് വിവാദമായത്. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ് 86-ാം നമ്പർ അംഗൻവാടി കെട്ടിടം ഉള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അംഗൻവാടി വർക്കറെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ICDS സൂപ്പർവൈസറിന്റെ സാന്നിധ്യത്തിൽ അംഗൻവാടി ഹാളിന്റെ താക്കോൽ വാങ്ങുകയും ചെയ്തു. തുടർന്ന് അംഗൻവാടി നിലനിൽക്കുന്ന വാർഡ് മെമ്പറെ ഏൽപ്പിച്ചു. വാർഡ് മെമ്പർ അംഗൻവാടി കെട്ടിടത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ സാധനങ്ങളും മറ്റുപകരണങ്ങളും അവിടെ നിന്നും മാറ്റുകയും കുട്ടികളെ അവിടെ നിന്നും പഠനമുറിയിലേക്ക് മാറ്റിയതിനു ശേഷം മുറി പൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സംഭവം വിവാദമാവുകയും ഗ്രാമപഞ്ചായത്തിന്റെ അറിവോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ മുറി പൂട്ടിയത് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്തു. അംഗൻവാടിയിലെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല അംഗൻവാടിയായിരുന്നു. ഈ വാർഡ് മെമ്പർ ഈ അംഗൻവാടി ഈ റൂം പൂട്ടിയിടുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനോ അവർക്ക് ആഹാരം കഴിക്കാനോ ഉറങ്ങാനുള്ള സൗകര്യമില്ല. അതൊരു കുട്ടികളുടെ മാനസികോല്ലാസത്തിനോ അല്ല അവർക്ക് സമാധാനമായിട്ടിരുന്നൊരു ഇത് അംഗൻവാടി ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അവർ പഠിക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ വരുന്നത്. അപ്പോൾ അവർ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് മാക്സിമം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാലും വാർഡും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ALMSന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേക്കും പരാതിയിലേക്കും നീങ്ങി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാലും വൈസ് പ്രസിഡന്റ് GS അജയകുമാറും നേരിട്ട് ഇടപെട്ടുകൊണ്ട് വാർഡ് മെമ്പറോട് താക്കോൽ തിരികെ ചോദിച്ചെങ്കിലും ഇത് ഗ്രാമസേവാ കേന്ദ്രം കൂടിയാണെന്ന് പറഞ്ഞ് താക്കോൽ തിരികെ കൊടുത്തില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത്. തുടർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കുകയും കൂട്ടായ തീരുമാനപ്രകാരം വാർഡ് മെമ്പർ താക്കോൽ നൽകാത്തത് മൂലം കെട്ടിടത്തിന്റെ മുറിയുടെ പൂട്ട് പൊളിച്ച് അകത്തു കയറുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് തച്ചക്കോട് അംഗൻവാടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂം ഗ്രാമകേന്ദ്രമാണെന്ന് ഉള്ള പേരിൽ മെമ്പർ അടച്ചു. അപ്പൊ അത് ഇന്ന് നമ്മളൊരു കമ്മിറ്റി കൂടി, പ്രദേശവാസികളുടെ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി കൂടി അത് കുട്ടികൾക്ക് ആ സ്ഥലം കൂടി തുറന്നു കൊടുക്കണമെന്ന് സംസാരിക്കുകയും അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വൈസ് പ്രസിഡന്റും എല്ലാവരും കൂടി വന്ന് റൂം അംഗൻവാടിക്ക് വേണ്ടി തുറന്നു കൊടുത്തു. നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തത് വളരെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം എല്ലാവരും പ്രദേശവാസികളുടെ ഒക്കെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു റൂം കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. നിലവിലെ പൂട്ട് പൊളിക്കുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം ICDS സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ താക്കോൽ അംഗൻവാടി വർക്കറെ ഏൽപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്. മെമ്പർ ഇതിന്റെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഈ പ്രദേശത്തെ 11-ാം വാർഡിലെ മെമ്പർ ഈ അംഗൻവാടിയുടെ കതക് പൂട്ടി അവർ താക്കോൽ സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നിയമവിരുദ്ധമാണ്. അംഗൻവാടിയുടെ താക്കോല് വാർഡ് മെമ്പർക്ക് കൈവശപ്പെടുത്താനെ കൊണ്ട് യാതൊരു കാരണവശാലും അതൊരു നിയമം കാണുന്നില്ല. ഉറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യം വേണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു പെട്ടെന്ന് എന്തോ ഈഗോ ക്ലാഷിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധി അത് കൂട്ടിക്കൊണ്ടു പോവുകയും അപ്പൊ നമ്മളെല്ലാം പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിൽ ഇടപെടുക എന്നുള്ളത് ഒരു മാനുഷികമായ ഒരു പരിഗണനയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഈ മെമ്പർ ഇവിടെ പ്രവർത്തിച്ചത് വളരെയധികം ശരിയായ രീതിയിലുള്ള ഒരു പ്രവണതയല്ല ഈ കാണിച്ചിരുന്നത്. എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഈ മേഖലയിലുള്ള സകല കുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടുത്തെ വിശാലത ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇച്ചിരി വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കിട്ടിയപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കേന്ദ്രമായി മാറി നമ്മുടെ അംഗൻവാടി. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർ കാണിച്ചത് വളരെയധികം നമുക്കൊരു സങ്കടകരമായ ഒരു രീതിയാണ് ഈ കാണിച്ചു വെച്ചത്.